എന്താ അമ്മേ, എന്തെങ്കിലും പറഞ്ഞ് മാനേജ് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലേ? സോറിടാ അപ്പു. മുത്തശ്ശനെവിടെ? മുത്തച്ഛന്റെ കാല് തല്ലി ഒടിച്ച് തലകുത്തി നിർത്താറായി അല്ലേ നീ? ഞാൻ വിളിച്ചതാരാണെന്ന് ശ്രദ്ധിച്ചില്ല മുത്തശ്ശ. അതിനെ കുറിച്ച് നമുക്ക് പിന്നെ ഒരിക്കൽ സംസാരിക്കാം. ഇപ്പൊ ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് എന്തിനാണെന്ന് അറിയാമോ? രണ്ടുപേർക്കും ഈ കാലം കെട്ടതാണെന്നറിയാലോ. നവദമ്പതികളെ പാർട്ടിക്കെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി അറ്റാക്ക് ചെയ്തിരിക്കുന്നു. ഇന്നത്തെ വാർത്തയാ. ദിവസവും ഇതൊക്കെ തന്നെയാ നടക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും ഇതൊക്കെ അറിയുന്നുണ്ടോ? മുത്തശ്ശ എപ്പോഴും ഏത് കാലത്താ ജീവിക്കുന്നത്? ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത കലികാലത്തിലാ ജീവിക്കുന്നത്. ദാ നോക്ക്, ഇനിമേൽ നിങ്ങൾ രണ്ടുപേരും നേരം സന്ധ്യയാവുന്നതിന് മുമ്പ് വീട്ടിലെത്തിയിരിക്കണം. ഇനി ചോദിക്കാതെ പറയാതെ രാത്രിയിൽ രണ്ടുപേരും പുറത്തേക്ക് പോകാൻ പാടില്ല. പോയാൽ ഞാൻ വെറുതെ ഇരിക്കില്ല. ഇത് വെറും വാക്കല്ല, ഈ ദത്തന്റെ താക്കീതാ. ഇത് വീടാണോ ഹോസ്റ്റലാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. പുറത്തു പോകാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? സോറി പൊന്നു. അമ്മേ, മുത്തശ്ശന് ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതല്ലേ. ഇതില് മുത്തശ്ശന്റെയോ അമ്മയുടെയോ യാതൊരു തെറ്റുമില്ല. എനിക്ക് ഒരു വിഷമവും ഇല്ല അമ്മേ. അമ്മ സമാധാനായിട്ടിരിക്കെ. ആ പൊന്നു, ഭക്ഷണം കഴിച്ചമ്മേ. പൂർണിമ, എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ? ഈ ഒരു സമയത്ത് ഇതൊന്നും നല്ലതല്ല മോളെ. സോറി അച്ഛാ, എന്താന്നറിയില്ല. അച്ഛൻ ഇവിടെ ഇല്ലെങ്കിൽ ഇതൊരു വീടാണെന്ന് എനിക്ക് തോന്നില്ല. ശരി, ഞാനിപ്പോ എത്തിയില്ലേ? വരൂ. ഇനിയും ലേറ്റായാൽ എന്റെ പേരക്കുട്ടി എന്നോട് ദേഷ്യപ്പെടും. വാ. ഇരിക്കെ, ഞാനിപ്പോ വരാം. ആ പൊന്നു, അപ്പു. സിദ്ധാർത്ഥന് ഒരു കുഴപ്പമില്ലമ്മേ. യു ഡോണ്ട് വറി. നന്നായി. ഞാൻ വിചാരിച്ചവൻ നല്ല വിഷമത്തിലാണെന്ന്. ഹേ, വീട്ടിൽ ഇതൊക്കെ സർവ്വസാധാരണമല്ലേ അമ്മേ. അമ്മ ഒന്നും ആലോചിക്കാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ആ പൊന്നു, നാളെ മോളുടെ അച്ഛന്റെ വീട്ടിലേക്ക് നമുക്ക് നേരത്തെ പോവാം. അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് തയ്യാറാക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ശരി അമ്മേ. എന്താ അമ്മേ ശബ്ദം? ഒരു കള്ള പൂച്ച ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. ഭയങ്കര ചുമ. ഈ ഫ്രിഡ്ജിൽ ഞാൻ ചുമയ്ക്കുള്ള മരുന്ന് വെച്ചിരുന്നു. കുറച്ച് വെള്ളവും വേണമായിരുന്നു. അതെടുക്കാൻ വന്നപ്പോ ഈ ബോക്സ് താഴെ വീണു. ശരിയായിട്ടൊരു സാധനം അകത്ത് വെക്കാൻ പോലും അറിയില്ല. എല്ലാം ഞാൻ തന്നെ ചെയ്യണം. മുത്തശ്ശ, വീട് മുഴുവൻ പൊടിയാ. മുഖത്തൊക്കെ ഒന്ന് പറ്റിയിരിക്കുക. ഇത്രയും വർഷമായിട്ടും വീട് എങ്ങനെ ക്ലീൻ ചെയ്യണത് പോലും നിനക്കറിഞ്ഞൂടെ? എന്തൊരു പൊടിയാണ്. അമ്മേ, മാധവ സാർ ഉണ്ടാക്കി ഈ ക്രീം റോളില്
മുത്തശ്ശനെ മയങ്ങി വീണു. അമ്മ ഇനിയും ടേസ്റ്റ് ചെയ്യാൻ നേരം നോക്കിയിരിക്കുകയാണോ? ഇതിലുള്ള ക്രീം റോള് മുഴുവൻ അമ്മ തന്നെ കഴിച്ചു തീർക്കണം. അയ്യോ, ഇത്രേ ബാക്കിയുള്ളൂ. ഞാൻ അമ്മയോട് അപ്പോഴേ പറഞ്ഞതല്ലേ കഴിക്കാൻ. മാധവ് സാർ അമ്മയ്ക്ക് വേണ്ടി കഴിക്കാൻ തന്നു വിട്ടതാ. സാരില്ല പൊന്നു, അമ്മാവന് ഇഷ്ടപ്പെട്ടല്ലേ കഴിച്ചത്. എനിക്ക് അത് തന്നെ സന്തോഷം. നല്ല അമ്മ. ഇപ്പൊ ഇതിലെ ടേസ്റ്റ് നോക്കാനെങ്കിലും കുറച്ച് ബാക്കിയുണ്ട്. ഇപ്പോ എന്റെ മുമ്പിൽ വെച്ച് തന്നെ അമ്മ കഴിക്കണം. ഇല്ലെങ്കിൽ ഇതും അമ്മയ്ക്ക് മിസ്സാവും. നീ എന്നെ വിടില്ല അല്ലേ? അമ്മേ, അമ്മേ, അമ്മേ. പൊന്നു, ഇത്രയും ടേസ്റ്റുള്ള ആഹാരം ഞാൻ കഴിച്ചിട്ടേ ഇല്ല. ഇത് സാധാരണ കൈകൊണ്ട് ഉണ്ടാക്കിയതല്ല പൊന്നു. എന്ത് ടേസ്റ്റാന്നറിയോ? ഇപ്പൊ അമ്മ ഹാപ്പി അല്ലേ? ഞാനിത് കൊണ്ടുവന്നേ ഉള്ളൂ. ഇതൊക്കെ അമ്മ എന്നോട് പറഞ്ഞതുകൊണ്ട് എന്താ കാര്യം? ഇതാരാണോ ഉണ്ടാക്കിയത് അവരോട് പറഞ്ഞാലല്ലേ സന്തോഷം ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിനാ സംശയിച്ചു വെക്കുന്നേ? ഫോൺ വിളിക്ക്, ഞാൻ പോയി അമ്മയുടെ ഫോൺ എടുത്തിട്ട് വരാം. പൊന്നു നോക്ക്, സമയം എന്തായിന്ന്? ഒരുപാട് ലേറ്റായി. ഇപ്പൊ വിളിക്കുന്നത് ശരിയല്ല. നാളെ ഞാൻ തന്നെ അദ്ദേഹത്തെ വിളിക്കാം. ഉറപ്പായിട്ടും വിളിക്കുമല്ലോ അല്ലേ? ഉറപ്പായിട്ടും വിളിക്കും തന്നെ. പൊന്നു, എന്തെങ്കിലും വേണമെങ്കിൽ വിളിക്കേ. ഗുഡ് നൈറ്റ് അമ്മേ. ഗുഡ് നൈറ്റ്. അത് പിന്നെ ബോസേ, നമ്മള് 2 ബ്ലാങ്കറ്റ് യൂസ് ചെയ്താൽ അത് വാഷ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ? അതുകൊണ്ടാണ് ഞാൻ മടക്കി വെച്ചത്. ഓഹോ, അതിനു വേണ്ടിയാണോ നീ ഇത് മടക്കി വെച്ചത്? പൊട്ടം, ഒരേ ബ്ലാങ്കറ്റ് പൊതച്ച് കിടക്കാന്ന് നിനക്ക് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞൂടെ? ആ ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ 3 വർഷം ഇങ്ങനെ താമസിക്കില്ലായിരുന്നല്ലോ. എന്റെ പ്രിയ ഭർത്താവിനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? വേണ്ടെന്ന് പറഞ്ഞ നീ കേൾക്കാനൊന്നും പോകുന്നില്ലല്ലോ. എന്താണെങ്കിലും ചോദിക്കേ. അത് അമ്മ എപ്പോഴും ഹാളിൽ തന്നെയാണോ കിടക്കുന്നത്? അമ്മയ്ക്ക് അവിടെയാണ് കംഫർട്ടബിൾ എന്ന് പറയും. അതുകൊണ്ട് അവിടെ കിടക്കും. അല്ല, ഇപ്പൊ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നത്? അതല്ല, വീട്ടില് വേറെ റൂമുണ്ടല്ലോ. അത് സ്റ്റോർ റൂമായിട്ട് വെച്ചിരിക്കുക. അതുകൊണ്ട് അമ്മ അവിടെ കിടക്കുന്നു, അത്രേ ഉള്ളൂ. ബോസേ, അമ്മയ്ക്ക് അവിടെ കിടക്കുന്നതാണ് സൗകര്യം. നീ എന്തിനാ അതിനെ കുറിച്ചോർത്ത് വിഷമിക്കുന്നത്? സൗകര്യമോ അസൗകര്യമോ അത് വിട്ടേക്ക്. ഇപ്പോ ഞാൻ നിന്നോട് വേറൊരു ചോദ്യം ചോദിക്കട്ടെ, ഉത്തരം പറയോ? എന്റെ ബോസേ, റൊമാൻസ് നടത്തേണ്ട സമയത്ത് ക്യൂസ് പ്രോഗ്രാം നടത്തുവാണോ? ഈ പാവപ്പെട്ടവനോട് നിനക്ക് കുറച്ചെങ്കിലും കരുണ കാണിച്ചൂടെ? നീ എന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ? എന്ത് ചോദ്യാ ബോസ്? എന്റെ ഹൃദയം നീ 4ആയിട്ടൊന്ന് മുറിച്ചു നോക്ക്. അവിടെ ശ്രീലക്ഷ്മി പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും. ഈ ഡയലോഗൊക്കെ അവിടെ നിൽക്കട്ടെ. നീ ആത്മാർത്ഥമായിട്ടാണ് എന്നെ സ്നേഹിക്കുന്നതെങ്കിൽ ഈ ബ്ലാങ്കറ്റ് എടുത്തോണ്ട് പോ. പോന്ന് പറഞ്ഞാൽ എങ്ങോട്ടേക്ക്? നീ ആദ്യം പോ, അതിനുശേഷം പറയാം. എഴുന്നേൽക്ക്. എങ്ങോട്ടാ ബോസേ? വാ. നമ്മൾ എവിടേക്കാ പോകുന്നേ? എല്ലാരും ഉറങ്ങുമല്ലേ? അപ്പു, പൊന്നു, എന്താ പറ്റിയേ? നിങ്ങൾ എന്താ ഇങ്ങോട്ട് വന്നേ? എന്തെങ്കിലും ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? അത് പിന്നെ അമ്മേ,
ഇന്ന് രാത്രി ഞങ്ങള് ഇവിടെ ഹാളിൽ കിടക്കാന്ന് വിചാരിച്ചു. ബോസേ അമ്മയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ അമ്മ ഞങ്ങളുടെ റൂമിൽ പോയി കിടക്കുവോ? പൊന്നു, ഹാളിലോ? ഇവിടെ എന്ത് തണുപ്പാണെന്ന് അറിയോ നിനക്ക്? അപ്പോന് തണുപ്പ് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റില്ല. ആ അതെ അതെ, തണുപ്പടിച്ച എനിക്ക് ഭയങ്കര പ്രശ്നമാ. അമ്മയ്ക്ക് ഇതൊക്കെയാണോ? എനിക്ക് ശീലമായല്ലോ പൊന്നു. ഞങ്ങൾക്കും അത് ശീലമായിക്കോളൂ അമ്മേ. പൊന്നു, എനിക്ക് വേറെ എവിടെയെങ്കിലും കിടന്നാ ഉറക്കം വരില്ല പൊന്നു. വീട്ടില് വേറൊരു റൂം ഉണ്ടായിട്ട് വേണ്ടാന്ന് കരുതിയാ ഞാൻ ഇവിടെ വന്ന് കിടക്കുന്നത്. അതുമാത്രമല്ല, അമ്മാവൻ ഇടയ്ക്കിടയ്ക്ക് ശബ്ദം ഉണ്ടാക്കും. വേറെ എവിടെയെങ്കിലും കിടന്നാ എനിക്കത് കേൾക്കാൻ പറ്റില്ല. അത്രയല്ലേ ഉള്ളൂ. മുത്തശ്ശി വിളിച്ചാ ഞാൻ പോയി നോക്കിക്കോളാം. എന്തു പറ്റി ബോസ് നിനക്ക്? അമ്മ തന്നെ പറയല്ലേ അമ്മയ്ക്ക് ഇവിടെയാണ് കംഫർട്ടബിൾ എന്ന്. അതേ പൊന്നു, എനിക്ക് സ്ഥലം ശരിയായില്ലെങ്കിൽ ഉറക്കമേ വരൂല പൊന്നു. അതൊക്കെ അമ്മയുടെ ഓരോ ശീലങ്ങളാണമ്മേ. വേറെ സ്ഥലത്ത് കിടന്ന് നോക്കിയാലല്ലേ അതമ്മയ്ക്ക് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല പൊന്നു, നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇപ്പോഴാ കല്യാണം കഴിഞ്ഞത്. മര്യാദയ്ക്ക് റൂമിൽ പോയി കിടക്കാൻ നോക്ക്. ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം. അമ്മ റൂമിലേക്ക് പോയില്ലല്ലോ അല്ലേ? എങ്കിൽ വേണ്ട, ഞാനിവിടെ കിടന്നോളാം. ഏ പൊന്നു, നീ എന്തായി ചെയ്യുന്നേ? അമ്മയ്ക്ക് സ്ഥലം മാറി കിടന്ന ഉറക്കം വരില്ലല്ലോ. സാരമില്ല, അമ്മ ഇവിടെ തന്നെ ഉറങ്ങിക്കോ. ഞങ്ങളും ഇവിടെ തന്നെ കിടന്നോളാം. അപ്പോ നീ എങ്കിലും ഒന്ന് പറയേ. അമ്മേ, റൂമിൽ പോയി കിടക്കമ്മേ. വാ, എനിക്ക് വേണ്ടി വാ അമ്മേ. അപ്പോ ചെല്ലമ്മേ പ്ലീസ്. ചെല്ലമ്മേ, പറയുന്നേ കേൾക്ക്. ബോസേ, നിന്റെ തലയ്ക്ക് എന്നാ പോലെ ഭ്രാന്ത് പിടിച്ചോ? ഏതെങ്കിലും ന്യൂ മാരീഡ് കപ്പിൾസ് ഇങ്ങനെ ഹാളിൽ കിടന്ന് ഉറങ്ങുമോ? നല്ല തണുപ്പുണ്ടല്ലേ? ഞാൻ പറയുന്ന പോലെ നീ കേൾക്കുന്നുണ്ടോ? റൂമില് ഒട്ടും തന്നെ തണുപ്പില്ല. ഇവിടെ കുറച്ചുകൂടെ നല്ലതല്ലേ? അങ്ങനെയാണോ? നല്ല തണുപ്പ്, ഒറ്റ ബ്ലാങ്കറ്റ്, നമ്മൾ രണ്ടുപേരും അടുത്തടുത്ത്. ആണോ? തുളസി, മുത്തശ്ശൻ ഇപ്പൊ വരാം. സിദ്ധാർത്ഥ്, ഒരു മിനിറ്റ് ഇപ്പൊ പ്ലീസ് വരാം. പ്ലീസ് പ്ലീസ് ബോസ്. ഉറങ്ങുന്ന സമയത്ത് ഹിറ്റ്ലർ സമാധാനം തരില്ലല്ലോ. ഒരാൾ ഞാൻ ഒരുപാട് വെറുക്കുന്നയാള്, അപ്പുറത്താണെങ്കിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നയാളും. ഞാൻ ആരെയാണോ അകറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നത് അയാളോട് എന്തിനാണ് ഇവർക്ക് ഇത്രയും സ്നേഹം? തുളസി, മുത്തശ്ശ, എന്തു പറ്റി? തുളസി എവിടെ? അമ്മ ഉറങ്ങിയല്ലോ. മുത്തശ്ശൻ എന്താ വേണ്ടേ? എന്റെ ചുമക്കുള്ള മരുന്ന് ഡ്രോയറിൽ വെച്ചിട്ടുണ്ട്. അത് ഏതാണെന്ന് നിനക്കറിയില്ല, തുളസിക്ക് മാത്രമേ അറിയൂ. അവളെ വിളിക്ക്. ചുമയുടെ മരുന്നല്ലേ? ഞാൻ തന്നെ എടുത്തു തരാം. അവളെ നീ വിളിക്ക്, നിനക്കറിയില്ല. ഞാൻ നോക്കട്ടെ. അവിടെ എന്തൊക്കെ നോക്കുന്നു? തുളസിയെ വിളിക്കാൻ പറഞ്ഞാ വിളിക്കില്ല. ഇതാണോ നോക്കി? ആ, ഇത് തന്നെയാ. മുത്തശ്ശനെ കുടിക്കാൻ വെള്ളം വേണോ? വേണ്ട വേണ്ട വേണ്ട, അങ്ങനെയൊന്നും ഈ ദത്തനെ ആരും വെള്ളം കുടിപ്പിക്കാൻ നോക്കണ്ട. ലൈറ്റ് ഓഫ് ചെയ്യട്ടെ? അത് പിന്നെ ചോദിക്കണോ? ഗുഡ് നൈറ്റ് മുത്തശ്ശ.
സോറി. ഓടി. ഭർത്താവിനെ സഹായിക്കുന്നതിന് പകരം നീ ബാക്കിയുള്ള എല്ലാവരും സഹായിക്കും. പെട്ടെന്നിങ്ങ് വന്നില്ലേ ഭർത്താവേ? എന്ത് സഹായം വേണോന്ന് പറഞ്ഞാട്ടെ. നിന്റെ ഭർത്താവിനെ നല്ല രീതിയിൽ തണുക്കുന്നുണ്ട്. ഓഹോ, ബ്ലാങ്കറ്റ് അടുത്ത് തന്നെ ഉണ്ട്. അത് പോരല്ലോ. അതല്ലെങ്കിൽ പിന്നെ വേറെ എന്താ വേണ്ടത്? ആ, എന്റെ അടുത്തേക്ക് വരണം. അടുത്ത് തന്നെയാണല്ലോ ഉള്ളത്. ഇനി അടുത്തേക്ക് വരണം. തുളസി, ഭ, ഈ കളവനെ കൊണ്ട്. ബോസേ, ഈ മുത്തശ്ശി രാത്രി മുഴുവൻ ഇങ്ങനെ ആയിരിക്കും. ഉറങ്ങുന്ന സമയത്ത് ഹിറ്റ്ലർ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. നീ പോകണ്ട ബോസ്, പ്ലീസ് ബോസ് പ്ലീസ്. നീ എന്റെ ചെല്ലക്കുട്ടിയല്ലേ, ഒരേ ഒരു പ്രാവശ്യം എന്താന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് വരാം. പ്ലീസ് 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 പ്ലീസ്. ബോസേ, ബോസ്. എന്റെ മുത്തശ്ശന് വയസ്സാകുന്ന പോലെ എനിക്ക് വയസ്സായാലും എന്റെ ഫസ്റ്റ് ആയിട്ട് നടക്കുമെന്ന് തോന്നുന്നില്ല. എന്താ വേണ്ടേ മുത്തശ്ശ? ഈ നശിച്ച മുട്ടുവേദന മരുന്ന് ആ ഡ്രോയറിനകത്ത് ഇരിപ്പുണ്ട്. ഇതാണോ നോക്കി? ഏയ്, സ്പ്രേ അല്ല, ജെല്ല്. ഇതാണോ? ആഹാ, ആഹാ. ഞാൻ പുറത്തു തരാം, കാണിക്കേ. ഞാൻ തേച്ചോളാം, ഞാൻ ഇനി തന്നേ, നീ ഞാൻ ഉണ്ടായിരിക്കേ. മതി 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 മതി. ഇന്നത്തെ നൈറ്റ് ഷിഫ്റ്റ് നിനക്കാണോ നിന്റെ അമ്മായി തന്നത്? വിളിച്ചിട്ടും വന്നതേ ഇല്ല. അവൾക്ക് അസുഖമൊന്നുമില്ലല്ലോ. നല്ല തണുപ്പല്ലേ മുത്തശ്ശ, കുറച്ചു നേരം ചുമക്കുന്നുണ്ടായിരുന്നു. ഹാളില് തണുപ്പ് കൂടുതലല്ലേ, അതുകൊണ്ട് ഞാൻ അമ്മയുടെ മുറിയിൽ പോയി കിടക്കാൻ പറഞ്ഞു. അമ്മ ഉറങ്ങുക. അപ്പൊ പിന്നെ നിങ്ങൾ എവിടെയാ കിടക്കുന്നേ? ഹാളില്. തുളസിത് സമ്മതിച്ചോ? അമ്മ എങ്ങനെ സമ്മതിക്കാനാ, സമ്മതിപ്പിച്ചു. ഓഹോ, മരുമകൾക്ക് അമ്മായിയമ്മയോട് സെന്റിമെന്റ്സ്. അതെന്താ അത്രയും സ്നേഹം തുളസിയോട്? അമ്മയോട് മാത്രല്ല, മുത്തശ്ശനോട് എനിക്ക് നിറയെ സ്നേഹമാണ്. കുട്ടിക്കാലം തൊട്ട് എന്റെ കൂടെ അച്ഛനല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. അമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി എല്ലാവരും വേണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് എല്ലാരെയും കിട്ടിയല്ലോ, അതാ എനിക്ക് ഭയങ്കര സന്തോഷം. എന്തു പറ്റി? ഒരുപാട് സോപ്പിടുന്നുണ്ടല്ലോ. ഈ ദേത്തൻ അതിലൊന്നും വീഴില്ല, ഓർമ്മ വെച്ചോ. സമയം ഒരുപാടായി, പോയി കിടന്ന് ഉറങ്ങ്. ഉറക്കം തൂങ്ങി കാത്തിരിക്കയാവും. അയ്യ. മുത്തശ്ശൻ രാത്രി എത്ര തവണ എഴുന്നേൽക്കുന്നുണ്ടല്ലേ, പാവം. അമ്മ ശരിക്കും ഒന്ന് ഉറങ്ങിയിട്ട് എത്ര നാളായി കാണും. സിദ്ധാർത്ഥ് ഉറങ്ങിയോ? നിനക്കെന്നോട് ദേഷ്യാണോ? സോറിടാ. ചുമ്മാ അഭിനയിക്കാതെ, മതി, എഴുന്നേൽക്ക്. സിദ്ധാർത്ഥ്, ചില ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല, അത് ചെയ്തേ പറ്റൂ. നിനക്കതിൽ വിഷമായെങ്കിൽ ഐ എം റിയലി സോറി. ഗുഡ് നൈറ്റ്.